ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എലോഹിം ലൈവ് മീഡിയയിലൂടെ ദൈവവചന ശ്രോതാക്കളായ മാന്യ സ്നേഹിതർക്ക് വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനം ചൊല്ലുന്നു. നിങ്ങളോടൊപ്പമായി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ ധ്യാനിപ്പാൻ അവസരം നൽകിയ സർവ കൃപാലുവായ കർത്താവിന് മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും എല്ലാം അർപ്പിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചെറിയ ഒരു ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് സങ്കീർത്തനം 119 വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു. സ്തോത്രം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. സങ്കീർത്തന പുസ്തകം ആണ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പുസ്തകം. 66 പുസ്തകങ്ങളടങ്ങിയ സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും വലിയ പുസ്തകമാണ് 119 സങ്കീർത്തനം അല്ലെങ്കിൽ സങ്കീർത്തന പുസ്തകം എന്നത്. അതിൽ ഏറ്റവും വലിയ അധ്യായമാണ് 119 സങ്കീർത്തനം. ഈ 119 സങ്കീർത്തനത്തിൽ 176 വാക്യങ്ങളാണുള്ളത്. 176 വാക്യങ്ങൾ അടങ്ങിയ ഒരു വലിയ അധ്യായമാണ് 119 സങ്കീർത്തനം. ഈ 119 സങ്കീർത്തനത്തെ എഴുതിയതായിരിക്കുന്ന വ്യക്തി സ്തോത്രം ഇതാരാണ് എന്ന് പറഞ്ഞിട്ടില്ല. ദാവീദാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആരുടെയും പേരുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിലും വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായം ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് തന്നെയാകാം എന്നുള്ളതാണ്. കാരണം ദാവീദിൻ്റെ അനേക സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകളെല്ലാം ഈ 119 സങ്കീർത്തനത്തിൽ ഉള്ളതുകൊണ്ട് സാധാരണ അവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇത് ദാവീദ് തന്നെ എഴുതി എന്നാണ്. എന്നാൽ അതിൻ്റെ 176 വാക്യങ്ങളെ 8 വാക്യങ്ങൾ വീതം 22 ഖണ്ഡികകളിലായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണതുള്ളത്. കാരണം എബ്രായ ഭാഷയിലെ അക്ഷരലിപികൾ 22 ഈ 22 ലിപികളെ ഓരോ ഖണ്ഡികയ്ക്കും കൊടുത്തിട്ട് 8 വാക്യം വീതം, അങ്ങനെ 176 വാക്യങ്ങൾ 22 ഖണ്ഡികകളിലായിട്ട് എബ്രായ ഭാഷയുടെ അക്ഷരമാല ക്രമം അനുസരിച്ച് 22 ഖണ്ഡികകളായിട്ട് ഈ 119 സങ്കീർത്തനത്തെ തിരിച്ചിരിക്കുകയാണ്. ആലേഫ് എന്ന ആദ്യ അക്ഷരം മുതൽ തൗ വരെ എന്നുള്ള അവസാനത്തെ അക്ഷരം വരെ, ഇങ്ങനെ ആലേഫ് മുതൽ തൗ വരെയുള്ള 22 അക്ഷരങ്ങളാണ് 8 വാക്യം വീതം ഇതിന് ഖണ്ഡികകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ സങ്കീർത്തനത്തിലെ ഒരു വാക്യം നാം വായിച്ചു കേട്ടല്ലോ. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. സ്തോത്രം. അതെ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ നീ ഒന്ന് തുറക്കണം. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന്. സ്തോത്രം. ഈ 119 സങ്കീർത്തനത്തിൽ 5 പ്രാവശ്യം
ഈ കണ്ണുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, തുറക്കപ്പെടേണ്ട കണ്ണ്. അതാണ് നാം വായിച്ചു കേട്ടത്. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. ഇനി 119 സങ്കീർത്തനം 37 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 37 വാക്യം, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. വ്യാജത്തെ നോക്കാത്ത കണ്ണ്. 119 സങ്കീർത്തനം 37 വാക്യത്തിൽ വ്യാജത്തെ അല്ലെങ്കിൽ തെറ്റുകളെ നോക്കാത്ത കണ്ണ് എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തുറക്കപ്പെടേണ്ട കണ്ണാണ് ഒന്നാമത്തത്. എന്താണ് തുറക്കപ്പെടേണ്ടത്? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. രണ്ടാമത്തെ, വ്യാജത്തെ നോക്കാത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരിവിടെ പറയുന്നത്. മൂന്നാമത്തത് 119 സങ്കീർത്തനം അതിൻ്റെ 123 വാക്യം നാം വായിക്കുന്നു. 123 വാക്യം, എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. കാത്തിരിക്കുന്ന കണ്ണ്. ആമേൻ. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. അതെ, രക്ഷയെയും നീതിയുടെ വചനത്തെയും കാത്തിരിക്കുന്ന കണ്ണ്. സ്തോത്രം, ഹല്ലേലൂയ. 123 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഇനി നാലാമത്തത് 119 സങ്കീർത്തനം 136 വാക്യം വായിക്കുന്നു. അവർ നിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായ്ക കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവർ നിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായ്ക കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. സ്തോത്രം. നോക്കണേ, സ്തോത്രം. ന്യായപ്രമാണത്തെ അവർ അനുസരിക്കുന്നില്ല. അവർ അനുസരിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവർ ദൈവത്തെ അടുക്കുന്നതിന് വേണ്ടി അവരനുസരിക്കാതിരിക്കുമ്പോൾ ഈ എഴുതിയ ഭക്തന്, സങ്കീർത്തനക്കാരൻ, തൻ്റെ ജലനദികൾ തൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 119 സങ്കീർത്തനം 148 വാക്യം, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു. അതെ, കണ്ടോ, തിരുവചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ 5 വാക്യങ്ങളിൽ 5 പ്രാവശ്യം ഈ കണ്ണിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഏതെല്ലാമാണ്? തുറക്കപ്പെടേണ്ട കണ്ണ്. 2, വ്യാജത്തെ നോക്കാത്ത കണ്ണ്. 3, കാത്തിരിക്കുന്ന കണ്ണ്. 4, ജലനദികൾ ഒഴുക്കുന്ന കണ്ണ്. 5, യാമങ്ങളെ നോക്കിയിരിക്കുന്ന കണ്ണ്. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, 2 കൊരിന്ത്യ ലേഖനം 4 അധ്യായത്തിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇന്ന് ഈ കണ്ണിനെ കുരുടായി ഇരിക്കുന്ന അവസ്ഥ, കാണാൻ കഴിയാത്ത അവസ്ഥ, ആത്മീയ ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, കുരുടന്മാരെ പോലെ ആയിരിക്കുന്ന അവസ്ഥ നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, 2 രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. കുരുടരെന്ന് പറയുമ്പോൾ ജന്മനാ കുരുടരുണ്ട്. രണ്ടാമത്തത് ആത്മീയ കുരുടന്മാരുണ്ട്. സ്തോത്രം. എന്നാൽ ഈ 119 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്തോത്രം, അനേകർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുക. കാരണം അവർ ന്യായപ്രമാണം അനുസരിക്കായകൊണ്ട്
എൻ്റെ കണ്ണിനെ ജലനദികളായിട്ട് ഒഴുക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഇന്ന് അനേകർ ആത്മീയ കുരുടന്മാരായി തീരുമ്പോൾ അവർക്ക് വേണ്ടി കരയുവാനും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനും ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, തുറക്കപ്പെട്ട ചില കണ്ണുകളുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ 5 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കൾക്ക് നിരാമിടാം. 1, സ്വയമായി തെറ്റുകളെ കാണുവാനുള്ള കണ്ണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആമേൻ സ്തോത്രം, ആദമവ്വമാർ ലംഘനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരെന്ന് അവർ കണ്ടു. സ്വയമായി തൻ്റെ തെറ്റുകളെ കാണുവാനുള്ള കണ്ണ്, അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. രണ്ടാമത്തത്, മരുഭൂമിയിലെ വറ്റാത്ത നീരുറവ് കാണുവാനുള്ള കണ്ണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗാറെ ആമേൻ അവിടുന്ന് അയക്കുമ്പോൾ ഒരു തുരുത്തി വെള്ളവും ഒരു അപ്പക്കഷണവും ആമേൻ ഒരു ബാലനെയും കൊടുത്ത് അവിടുന്ന് അയക്കുകയുണ്ടായി. അവൾ പോകുന്നത് ബേർശബ മരുഭൂമിയിലൂടെയാണ്. തുരുത്തിയിലുള്ള വെള്ളം മുഴുവൻ ചിലമായി തീർന്നു. ആമേൻ സ്തോത്രം. അതിനുശേഷം ഇവർ നടന്ന് ക്ഷീണിച്ച് ആമേൻ സ്തോത്രം വെള്ളമില്ലാതെ ആമേൻ ആ സ്ഥലത്തൂടി അവൾ കടന്നു പോകുമ്പോൾ ദാഹത്താൽ വരണ്ട് ആമേൻ സ്തോത്രം ബാലൻ നിലവിളിക്കുകയാണ്. അതുപോലെ ബാലൻ്റെ നിലവിളി കേട്ടിട്ട് ആമേൻ സ്തോത്രം ഹാഗാർ പറയുന്നു, ഇനി ബാലൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് താൻ ആമേൻ സ്തോത്രം ഒരു സ്ഥലത്ത് അവളെ കൊണ്ട് ആ ബാലനെ കിടത്തിയിട്ട് ഒരു അൻപിൻപാട് ദൂരത്തിരുന്ന് അവളെ കരയുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നിട്ട് ഹാഗാറിനോട് ചോദിച്ചു, ഹാഗാറെ നിനക്കെന്ത്? ആമേൻ ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞ് അവളെ തട്ടി ഉണർത്തുന്നതായി കാണുന്നു. അവൾ കണ്ണ് തുറന്നപ്പോൾ ഒരു നീരുറവ കണ്ടു. വറ്റിപ്പോകാത്ത ഒരു നീരുറവയെ മരുഭൂമിയിലെ വാഗ്ദത്ത നീരുറവയെ കാണുവാനുള്ള ഒരു കണ്ണ് ആമേൻ സ്തോത്രം ഈ ഹാഗാറിന് ലഭിച്ചു. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ആമേൻ സ്തോത്രം അവൾ പോകുന്ന സ്ഥലം ബേർശേബ മരുഭൂമിയാണ്. ബേർശേബ എന്ന വാക്കിൻ്റെ അർത്ഥം 7 കിണറുള്ള സ്ഥലമെന്നാണ്. 7 കിണറുള്ള സ്ഥലത്തു കൂടിയാണ് അവൾ പോകുന്നത്. അവിടെ വെള്ളമില്ലായ്മയല്ല, പക്ഷേ അവിടെ കണ്ണ് ആമേൻ അടയ്ക്കപ്പെട്ടിരുന്നു. ആമേൻ എപ്പോഴാണ് കണ്ണ് തുറന്നത്? ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴാണ് അവളുടെ കണ്ണ് തുറന്നത്. ഈ ദിവസങ്ങളിലായി ആമേൻ ആത്മീയ ദർശനം നഷ്ടപ്പെട്ട ആരെങ്കിലും ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. ദൈവം അതിനായിട്ട് ഇന്ന് ആമേൻ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി 3-ാമത്, ദൈവിക സംരക്ഷണം കാണുവാനുള്ളതായ കണ്ണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ ദൈവിക സംരക്ഷണം കാണുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ദൈവവചനത്തിലൂടെ നമുക്ക് കാണുന്നുണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. 4-ാമത്തത്, ആമേൻ യേശുവിനെ കാണുവാനുള്ള കണ്ണ്. ആമേൻ സ്തോത്രം. നമുക്കറിയാം, ആമേൻ ഹെരിഗോവിലെ ഒരു കുരുടൻ, അവൻ വഴിയരിയിലിരിക്കുക, അവന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും അവനെ കൊണ്ട് ഇരുത്തുമാറുണ്ട്. അവൻ വരുന്നവരോടൊക്കെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുക. ഒരു ദിവസം യേശു കർത്താവ് ആ വഴിയിലൂടെ കടന്നു പോവുകയാണ്. വലിയൊരു പുരുഷാരം ആ വഴിയിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം ഈ മനുഷ്യൻ വിചാരിച്ചു, ഇതുവരെ ഇതുപോലുള്ളൊരു ആൾക്കൂട്ടത്തെ താൻ കേട്ടിട്ടില്ല, അവരുടെ കാലൊച്ചകളെ അവർ കേട്ടിട്ടില്ല. എന്നാൽ ഇത്രമാത്രം ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇതെന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, നസ്രയനായ യേശു ഈ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആ കുരുടനായ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ കരഞ്ഞു. മുന്നടക്കുന്നവരെല്ലാം ശാസിച്ചു, മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ആമേൻ സ്തോത്രം അവനെ ഉറക്കെ കരഞ്ഞു എന്നാണ്, ഉറക്കെ കരഞ്ഞു. ആമേൻ സ്തോത്രം. അപ്പോൾ യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അതെ, ആമേൻ യേശുവിൻ്റെ അടുക്കൽ അവൻ വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം?
അപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് കാഴ്ച കിട്ടണം, നീ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ കാഴ്ച പ്രാപിച്ചു. അവൻ ആദ്യമായി കണ്ടത് യേശു കർത്താവിനെയാണ്. മാതാപിതാക്കന്മാരെ എല്ലാവർ കണ്ടത് യേശുവിനെയാണ് അവൻ കണ്ടത്. യേശുവിനെ കാണുവാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുമാത്രമല്ല, ആമേൻ, സ്തോത്രം, ക്രിസ്തുവിനെ ഉള്ളതുപോലെ അറിയുവാനുള്ളൊരു കണ്ണ്. അത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ വായിക്കുന്നു. യേശുവിനെ ഉള്ളതുപോലെ നമ്മൾ കാണുക. ആമേൻ, സ്തോത്രം. നമ്മുടെ കണ്ണുകൾ, ആമേൻ, കർത്താവിനെ കാണുവാനുള്ള, ആമേൻ, കാണുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷിതനായി. ആമേൻ, സ്തോത്രം. ഇത് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരാണ്. അവർ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവും അവരോട് കൂടെ ചേർന്ന് നടന്നു. ആമേൻ. യേശു അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തായി സംസാരിച്ചു കൊണ്ട് പോകുന്നത്? അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്കൊന്നും അറിഞ്ഞില്ലേ? ആമേൻ. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അവർ ശിഷ്യന്മാർ പറയുകയാണ്. ആമേൻ, സ്തോത്രം. കർത്താവ് അവരെ വെളിപ്പെടുത്തുന്നതായി ലൂക്കോസിൻ്റെ സുവിശേഷം 24:31 വായിക്കുന്നു. ആമേൻ. യേശുവിനെ ഉള്ളതുപോലെ അവർ അറിഞ്ഞു, അവരെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഇന്ന്, ആമേൻ, സ്തോത്രം, നമ്മുടെ കണ്ണുകളും, അടയ്ക്കപ്പെട്ട കണ്ണുകളെല്ലാം ഒന്ന് തുറക്കട്ടെ. ആത്മീയ ദർശനം നമുക്കൊന്ന് പ്രാപിക്കണം. ഇതുവരെ, ഹല്ലേലൂയ, ദർശനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഈ നാളുകളിൽ നമുക്ക്, ആമേൻ, ഒരു പുതിയ കാഴ്ച പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇതുവരെയും ഈ ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ആമേൻ, ഇന്ന് നമുക്കതിന് നല്ലൊരു അവസരമാണ്. യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ആമേൻ, സ്തോത്രം. ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? എനിക്ക് കാഴ്ച കിട്ടണം. അതെ, ഒരു പുതിയ ദർശനം പ്രാപിക്കുവാൻ, പുതിയൊരു കാഴ്ച നമുക്ക് പ്രാപിക്കുവാൻ ഈ നാളുകളിൽ നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ, ആമേൻ, സ്തോത്രം, ഇതെല്ലാം കാണുവാനുള്ളൊരു കണ്ണ് ദൈവമേ എനിക്കെന്നെ തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ നാം വായിച്ചല്ലോ, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദമായി തീരട്ടെ. നിങ്ങൾക്ക് ഈ വിഷയം അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കാലും. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളെ നിങ്ങൾ ദയവായി ഈ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ശുശ്രൂഷയെ നിങ്ങൾ പങ്കാളികളാകണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.